സ്വാമി ശരണയ്യപ്പ. ശബരിമലയിലെ 18 പടികൾ, ആ പൊന്നു 18-ാം പടി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് നമ്മളുടെ ആചാര്യന്മാരാൽ, അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികാരികളാൽ നമ്മൾ ശരിക്കും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഈ 18 പടിയുടെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ 18 പടികളിൽ നടക്കുന്ന പൂജ എന്താണ്? ഭക്തരെല്ലാം തെറ്റായിട്ടുള്ള ധാരണയിലാണ് 18-ാം പടിയെ ഇന്ന് കാണുന്നത്. ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിൻ്റെ ആ പൊന്നു 18-ാം പടിയിൽ നടക്കുന്നത് പടിപൂജയാണ്, പർവ്വത പൂജയാണ്. 18 മലകളെയാണ് ആ 18 പടികൾ പ്രതിനിധീകരിക്കുന്നത്. താരതമ്യേന പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കുറഞ്ഞ ആ 18 മലകളെ ഉയരം വർദ്ധിപ്പിച്ച് പർവ്വത തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പടിപൂജകളാണ് അവിടെ നടക്കുന്നത്. അതിനുള്ള ആചരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ താരതമ്യേന ഉയരം കുറഞ്ഞ ഈ 18 മലകളെയും മഹാമേരു ശൃംഗ സമാസീനമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശാസ്താവിശ്വാസികളായി ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെത്തുന്നത്. കൽപ്പവൃക്ഷായ നമ, വിദ്യാവൃക്ഷായ നമ, മഹാവൃക്ഷായ നമ എന്നൊക്കെ പറയുന്ന ശാസ്താവിൻ്റെ നാമങ്ങൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ആ മലകളുടെ ഹൈറ്റ് ഉയർത്തി പർവ്വത തുല്യമായിട്ട്, ഏത് പർവ്വത തുല്യമായിട്ട്? മഹാമേരു ശൃംഗ സമാസീനമായിട്ട് ഉയർത്തുന്ന ശാസ്ത്രവിധിയാണ് ശബരിമലയിലെ ക്ഷേത്രവിധി. അപ്പോൾ 18 പടികളിൽ നടക്കുന്നത് പടിപൂജയാണ്. അത് മലപൂജയല്ല, അത് ആ മലകളെ പർവ്വതമാക്കുന്നതിനുള്ള പർവ്വത പൂജയാണ്. ആ 18 മലകളെയും വണങ്ങി, ആ 18 മലകളെയും ഭക്തിയാൽ താണ്ടി വേണം അയ്യൻ്റെ സന്നിധിയിൽ എത്താൻ, ശാസ്താ സന്നിധിയിൽ എത്താൻ. അതാണ് ആ 18 പടികളെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് ആ പടികളുടെ പേരിൽ എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്, എന്തെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ പടികളിൽ നമ്മളെ കയറ്റുന്നത് അല്ലേ? ആ പടികളുടെ അർത്ഥങ്ങൾക്ക് ആരും കാണാത്ത വ്യാഖ്യാനങ്ങളാണ് ഇന്ന് കൽപ്പിക്കപ്പെടുന്നത്. 5 ഇന്ദ്രിയങ്ങൾ, അഷ്ടരാഗങ്ങൾ, പിന്നെ ത്രിഗുണങ്ങൾ, പിന്നെ വിദ്യ അവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രീതിയിൽ ഓരോരുത്തർക്ക് തോന്നണ പോലെയാണ് ഓരോ പടികൾക്കും സങ്കല്പം കൽപ്പിക്കുന്നത്. എന്തെല്ലാം സങ്കല്പം കൽപ്പിച്ചാലും അതെന്താണ്? അത് അഭിപ്രായങ്ങൾ മാത്രമാണ്. അറിവാണ് ശബരിമലയിൽ ഇരിക്കുന്ന പ്രതിഷ്ഠ. പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയം, അഷ്ടരാഗങ്ങളും ത്രിഗുണവും അതുപോലെ തന്നെ അവിദ്യയും വിദ്യയും ഒന്നും താണ്ടിയല്ല നമ്മൾ അവിടെ എത്തുന്നത്. 18 മലകൾ താണ്ടി വേണം. ആ 18 മലകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നഗ്നപാതരായിട്ട് കറുപ്പെടുത്ത് ഇരുമുടി കെട്ടുമേന്തി ശാസ്ത്രത്തിൻ്റെ മുദ്ര ധരിച്ച് വേണം നമ്മൾ അയ്യനെ കാണാൻ, നെയ്യഭിഷേകം നടത്താനായിട്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ഇരുമുടിയുടെയും സംരക്ഷണം കണക്കിലെടുത്ത് ആ സങ്കല്പങ്ങളുടെ, അവിടെ ജീവലോകത്തിൻ്റെ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന ശാസ്ത്രത്തിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് വേണം, ആ അറിവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിച്ച് വേണം നമ്മൾ ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കാൻ. അതിനായിട്ട് അയ്യൻ്റെ 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തി ആ 18 പൂങ്കാവനങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടുവേണം, വണങ്ങിക്കൊണ്ടുവേണം, വന്ദിച്ചു കൊണ്ടുവേണം ദേവസന്നിധിയിലെത്താൻ. ആ 18 മലകൾ പോലും, ആ പേരുകൾ പോലും ഇന്ന് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ തെറ്റായിട്ടുള്ള ജ്ഞാനോപദേശം കാരണം. കലിയുഗത്തിൽ ജീവനെ നിലനിർത്തുവാൻ അതിപ്രാധാന്യം അർഹിക്കുന്ന സംരക്ഷണം ആവശ്യമായിട്ടുള്ള ആ 18 മലകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശബരിമല, പൊന്നമ്പലമേട്, മാതംഗമല, മയിലാടുംമേട്, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, കൽക്കിമല, ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചുറ്റമ്പലമേട്. ഇതാണ് അതിപ്രാധാന്യമർഹിക്കുന്ന മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് പരിപാലനം ചെയ്യിക്കേണ്ടതായിട്ടുള്ള മഹാദേവഭൂമി. മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് പരിപാലനം ചെയ്തുകൊണ്ട് ശാസ്താഭക്തരായിട്ടുള്ളവർ മഹാമേരു ശൃംഗ സമാസീനമായിട്ട് ഉയർത്തേണ്ട 18 മലകൾ. ദ്രവ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പഞ്ചദ്രാവിഡ ദേശങ്ങളെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ശബരിമലയിലെ പശ്ചിമഘട്ടത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ജീവകുംഭ സംഭവസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ 18 മലകളുടെയും സംരക്ഷണം അനിവാര്യമാണ്. ആ അനിവാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നഗ്നപാതരായിട്ട് കറുപ്പെടുത്ത് നമ്മൾ ശബരിമലയിലെത്തുന്നത്. ആ 18 പർവ്വതങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് പടിപൂജകൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
പർവ്വത പൂജയായി തന്നെയാണ് അതവിടെ നടക്കുന്നത്. ഓരോ വൃക്ഷങ്ങളും എങ്ങനെയാണ്? ഓരോ വൃക്ഷങ്ങളും ഓരോ ദേവതാഭാവത്തിലാണ്. ഓരോ വരങ്ങളും നൽകുന്നത് ഓരോ വൃക്ഷങ്ങളാണ്. ഓരോ മൗണ്ടുകളും എന്താണ് ചെയ്യുന്നത്? ഓരോ ദേവതാഭാവത്തിലാണ്. ജീവനെ പർവ്വതീകരിക്കുന്നത്, ജീവനെ ഹൈറേഞ്ച് നൽകുന്നതാണ് ഓരോ മലകളും. അങ്ങനെ ജീവനെ പർവ്വതീകരിക്കുന്ന ഓരോ മലകൾക്കും ഓരോ ദേവതാഭാവം കൽപ്പിച്ച് ആ ശാസ്താവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ശബരിമല യാത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സിംഹാരൂഢനാണ്, ഗജാരൂഢനാണ്, ഹയാരൂഢനാണ് ശാസ്താവ്. ഇതിൻ്റെ എല്ലാം പിന്നിലെ തത്വം വളരെ വലുതാണ്. ഗജയോനി വടക്കാണ്. വടക്കാരാണുള്ളത്? വടക്ക് കൈലാസമാണുള്ളത്. കൈലാസത്തിൽ ആരാണുള്ളത്? അത് ശിവനാണുള്ളത്. ആ ശൈവശക്തിയാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് രൂഢമായിരിക്കുന്നത് ഗജാരൂഢൻ മാത്രമല്ല, സിംഹാരൂഢനുമാണ് ശാസ്താവ്. സിംഹയോനി എവിടെയാണ്? സിംഹയോനി തെക്കാണ്. തെക്കാരാണുള്ളത്? തെക്ക് വൈകുണ്ഠലോകമാണ്. വൈഭ്രതാരാണുള്ളത്? സാക്ഷാൽ വൈകുണ്ഠനാഥനായിട്ടുള്ള വിഷ്ണുവാണുള്ളത്. വിഷ്ണുവിൻ്റെ ശക്തിയാൽ രൂഢമായിരിക്കുന്നത്, ആ വൈഷ്ണവ ശക്തിയുടെ തെക്ക് ദിക്കിനാൽ രൂഢമായിരിക്കുന്നത്. പിന്നെയോ ഹയാരൂഢനാണ് ശാസ്താവ്. 8 ദിക്കുകളെയും ധ്വജം തുമം ദദാസിംഹം കുക്കുടം ഋഷഭം ഖരംഗജം വായുസം എന്ന് പറയുന്ന 8 ജോനികളെയും ജയിച്ചടക്കുന്ന ഹയാരൂഢനായിരിക്കുന്ന ശാസ്താവ് ശസ്ത്രത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തിൻ്റെ വാഹനമാണ് വാജി. ആ വാജിയാണ് ഹയം. ആ ഹയാരൂഢനാണ് ശാസ്താവ്. കൽപ്പാന്ത പ്രളയത്തെ തടുക്കുവാൻ ശരത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാജിയിൽ രൂഢമായിരിക്കുന്ന ശാസ്താവിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത്, അന്ധവിശ്വാസത്തിലല്ല. നമ്മളുടെ കയ്യിലുണ്ടാകേണ്ട ദൈവം ഏതാണ്? അറിവാണ്, അജ്ഞതയല്ല. അവിദ്യയുടെ പടികളല്ല അവിടെ കയറേണ്ടത്, വിദ്യയുടെ പടികളാണ്. പരിസ്ഥിതിയുടെ ദർശനമാണ് നമ്മൾ ശബരിമലയിൽ കാണേണ്ടത്. കലിയുഗത്തിലെ കൽപ്പാന്തത്തെ തടുക്കുന്നതിനുള്ള കൽപ്പനകളുമായിട്ട് കലിയുഗ വരദനായിട്ടിരിക്കുന്ന ആ ശാസ്താവിൻ്റെ പീഠത്തിലേക്ക് നമ്മൾ കയറുമ്പോഴുള്ള 18 പടികൾ 18 അയ്യൻ്റെ പൂങ്കാവനങ്ങളുടെ പടിക്കെട്ടുകളാണ്. പന്തളകുമാരനായിരിക്കുന്ന മണികണ്ഠസ്വാമി സ്വപ്നം കണ്ട പോലെ മഹാമേരു ശൃംഗ സമാസീനമായിട്ട് ഉയർത്തുവാൻ സർവശാസ്ത്രവിശ്വാസികളും വൃക്ഷപരിപാലനത്താൽ ആ 18 പൂങ്കാവനങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുക്കണം. ആ 18 മലകളെയും പൊന്നമ്പലമേടായിട്ട് കാണണം. ആ 18 മലകളെയും പൊന്നു 18-ാം പടിയായി കാണണം. വിദ്യാവൃക്ഷായ നമ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആ വിദ്യാവൃക്ഷം എന്താണെന്ന് നമ്മൾ അറിയണം. കൽപ്പവൃക്ഷായ നമ, മഹാവൃക്ഷ പ്രകൃതി നമ എന്നൊക്കെ പറയുന്നതാണ് ശാസ്താവിൻ്റെ 108 നാമങ്ങൾ. ആ മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ടും പർവ്വത തുല്യമായിട്ട് ഈ മലകളെ ഉയർത്താനായിട്ട് നമ്മൾക്ക് ഓരോ ഭക്തർക്കും കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ആ വൃക്ഷങ്ങളുടെ വേരുകൾക്ക് പോലും ഒരു ദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നഗ്നപാതരായിട്ട് കാനനവാസികളായിട്ട് കാലത്തിന് വേണ്ടി ഭാവിക്ക് വേണ്ടിയിട്ടുള്ള മണ്ഡലകാല ആരംഭത്തിൽ 41 ദിവസത്തെ വ്രതം നോറ്റുകൊണ്ട് നമ്മൾ ശബരിമലയ്ക്ക് എത്തേണ്ടത്. അല്ലാതെ നമ്മളെ ചൂഷണം ചെയ്യുവാനായിട്ട് നിന്നു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കെട്ടും കെട്ടിപ്പോകേണ്ടത്. ആ ശിരസിലിരിക്കുന്ന കെട്ടിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയാവോ? ആ കെട്ടിൻ്റെ പേരാണ് പള്ളിക്കെട്ട്. പള്ളിക്കെട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ നമുക്ക്? അതും നമ്മൾ മറന്നു കഴിഞ്ഞു. രാജകന്യകമാരുടെ, അതായത് മനുഷ്യ സ്ത്രീകളുടെ വിവാഹം എന്നാണ് അർത്ഥം പള്ളിക്കെട്ടെന്ന് പറഞ്ഞാൽ. ആ സ്ത്രീജന ലോകത്തിന് വേണ്ടി, ആ മാതൃജന ലോകത്തിന് വേണ്ടി ആ പള്ളിക്കെട്ട് ശിരസിലേറ്റുന്നവരെ ശാസ്ത്രവിശ്വാസികളായിരിക്കണം. അല്ലെങ്കിലോ അത് അന്ധവിശ്വാസത്തിൻ്റെ കെട്ടാകും. മതങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളല്ല ശബരിമലയിൽ നടക്കുന്നത്. സനാതനധർമ്മത്തിൻ്റെ ശ്രീധർമ്മശാസ്ത്രത്തിൻ്റെ കൽപ്പനകളാണ് ശബരിമലയിൽ നടക്കുന്നത്. അതുമാത്രമാണ് അവിടെ നടക്കേണ്ടത്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സമീ ശരണമയ്യ. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്.